അങ്ങനെ 2024 പോണേന് ഗൈസ് വിഷമമുണ്ട് എനിക്ക്. എന്നാലും 2025 വരുമോ എന്നുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ 2025 ജാനുവരി 1 12 ആയിരിക്കും ഗൈസ്. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷനിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചെറായി ബീച്ചിൽ തൊട്ടടുത്തുള്ള കാറ്റാടി ബീച്ചിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അവിടെ എനിക്ക് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന്. ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടുകാരായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം നിറയെ ആൾക്കാരായിരുന്നു. അതും പുറത്തുനിന്നായിരുന്നത് കണ്ട് നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. നമ്മൾ ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. അത്രയും ക്രൗഡഡ് ആയിരുന്നു. ചെറിയ പിള്ളേരൊക്കെ 12 മണിക്ക് ഓണായിട്ട് നിൽക്കണമായിരുന്നു. ഒരുപാട് കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ഗ്രാൻഡ് പരിപാടിയായിരുന്നു ഗൈസ്. പക്ഷേ 12 o'clock നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 12 o'clock ഓളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അകത്തോട്ട് കയറാൻ സ്ഥലം കിട്ടിയില്ല ഗൈസ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും തിരക്കുണ്ടാവുമെന്ന്. ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഞങ്ങളൊരു 11:30 ആയപ്പോഴേക്കും വന്നപ്പോൾ ഉള്ള സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് പുറകിൽ നിൽക്കാനേ പറ്റുള്ളൂ. പിന്നെ കുഴപ്പമില്ല, നമ്മളൊരു തടിയുമൊക്കെ കയറുന്ന അങ്ങ് തുള്ളി ഞങ്ങൾ തുള്ളണത് പിടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് ടീച്ചർ. ഇതാണ് ഞങ്ങൾ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അകത്തോട്ട് കയറാനായിട്ട് സ്ഥലം കിട്ടിയില്ല ഗൈസ്. ഗൈസ് അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോകണം ഗൈസ്. ഇപ്പം എത്ര മണിയാണ്? 12:30 12:10 ആയപ്പോൾ തന്നെ ഇവിടെ പാട്ട് ഓഫ് ചെയ്ത് ഗൈസ്. നമ്മൾ മൂഞ്ചി പോയി. പക്ഷെ 12 മണിക്ക് വാസ്കോ ഡഗാമ പാട്ടിട്ടായിരുന്നു ഗൈസ്. അതവർ ആ കാര്യത്തിൽ അവരൊരു മുടക്കം കാണിച്ചില്ല അല്ലേ, ഒരു പിശുക്കും കാണിച്ചില്ല. കറക്റ്റ് 12 മണിക്ക് തൊട്ട് മുന്നായിട്ട് വാസ്കോ ഡഗാമ ഇട്ടായി. 12 മണി കഴിഞ്ഞ് 12:01 ആയപ്പോൾ ആ പാട്ട് പറ്റി ഡാഡി മമ്മി വീട്ടിൽ നിന്നിട്ട്. അതെ 12:10 ആയപ്പോൾ പാട്ട് നിർത്തി എല്ലാവരും വീട്ടിൽ മക്കളെ പറഞ്ഞു. 12:10 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 12:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ വെറുതെ നിൽക്കുകയാണ് ഗൈസ്. ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്, ബാക്കി എല്ലാവരും വീട്ടിൽ പോയി ഗൈസ്. ഞാനില്ല എന്നാൽ നാട്ടുകാരൊക്കെ ഇവിടെ എന്ത് ചെയ്യും അത് ആലോചിച്ച് ഇവിടെ കഷ്ടപ്പെട്ട് കുത്തിയിരിക്കുന്നുണ്ട് ഗൈസ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതെ കാര്യം ഈ 2 പടക്കം പൊട്ടിയാൽ അത് പിന്നെ 12 മണിയായപ്പോൾ 2 പടക്കം പൊട്ടിയായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു പടക്കം പൊട്ടുന്നുണ്ട്. അടുത്ത പടക്കത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഇതാണ് കാറ്റാടി ബീച്ചിൽ ഗ്രാൻഡ് ന്യൂ ഇയർ. പക്ഷെ ആ സമയത്ത് അടിപൊളി ന്യൂ ഇയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇച്ചിരി അടുത്തായിട്ട് പോലീസുകാരുടെ ഊഴമാണ്. അവരെപ്പോ പറയുന്നു അപ്പൊ ഞങ്ങൾ പോകും. അതെ പോലീസുകാർ പറയണ പോലെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അച്ഛാ ഹാപ്പി ന്യൂ ഇയർ പറയും. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും പറയും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മിസ്റ്റർ ഹസ്ബൻഡ് ഹാപ്പി ന്യൂ ഇയർ പറയും. ഹാപ്പി ന്യൂ ഇയർ. അത് തുപ്പുച്ചേർന്ന വണ്ടിയാണ്. നാട്ടുകാരില്ല ഒരാള് വണ്ടി റോഡിലേക്ക് എല്ലാവരും ഇതിലോട്ട് ചലിക്കണം കേസ്. ഇവിടെ എന്നിട്ട് ഒന്നുമില്ല, കുറച്ച് മണ്ണ് വാരി കയ്യിലിട്ട് എറിഞ്ഞിട്ട് പോവാം, അത്രേ ഉള്ളു കേസ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം. അമ്മ ഇവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അമ്മയുടെ അപ്പുറത്ത് ഏതൊരു ചേച്ചി വിഷമിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ഡാഡി മമ്മി വീട്ടിലില്ല, ഡാഡി കൈയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ നാട്ടുകാരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ നടക്കുമോ ഇല്ലെങ്കിൽ പോണോ പോലീസുകാർ വന്ന് പോകാൻ പറയുമോ എന്നൊക്കെ അറിയാണ്ട് നിൽക്കണേണ്. ഈ നിറഞ്ഞു നിന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ ആളൊഴിഞ്ഞ മൈതാനം പോലെ കാണുന്നത്. ന്യൂ ഇയർ ദിവസത്തെ ആദ്യത്തെ കരിക്ക് പിടിച്ച് ന്യൂ ഇയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2025 ഈ കൊല്ലത്തെ കരിക്കാണ് ഗൈസ്. ഈ കൊല്ലത്തെ ഫുഡ് ആദ്യം ഗൈസ് മത്സരിച്ചുള്ള കിച്ചടയുടെ കരിക്ക് പൊളിക്കലും അത് മത്സരിച്ച് അരുമുള തിന്നലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് ഇവിടെ സൂപ്പർ സാധനം പൊളിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ കഴിക്കാൻ പോണാണ്. എന്തെങ്കിലും പറയാനുണ്ടോ ഡാഡി? നെഹി എന്ന് പറഞ്ഞാൽ നെഹി എന്നാണ് ഡാഡി പറയുന്നത്. എന്തായാലും താങ്കൾക്ക് എന്തെങ്കിലും പറയാട്ടോ? പുള്ളിയും അതെ അതെ കൊച്ചു നെഹി കൊച്ചു ഹോത്താഹേ തരം പുള്ളിയാണ്. ആ കൊച്ചു നെഹിന്ന് കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഗൈസ് നമ്മൾ വീട്ടിലോട്ട് പോകണം ഗൈസ്. ഞങ്ങൾ നേരെ വരിയായി പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ യാത്രയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഹായ്. ഈ പിള്ളേര് ഫ്ലൈ ചെയ്യണതൊക്കെ നിർത്തി, പക്ഷെ ട്രെയിൻ പോകണുണ്ട് ഗൈസ്. ട്രെയിനിലെ ആൾക്കാർ ആസ്വദിച്ച് വന്നോണ്ടിരിക്കുന്നത്. ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. 1 മണിക്ക് ട്രെയിൻ സവാരി നടത്തുന്ന വലിയ ചെറിയ കുട്ടികളാണ്. എല്ലാവരും ഹായ് നടത്തുന്നത്. അങ്ങനെ നമ്മൾ പോവാണ്. ചെലോ ഗറ്. നമുക്ക്
വീട്ടിൽ പോകാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്, ബൈ.